ഒരു വീട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഡിന്നർ ഓൾറെഡി നേരത്തെ കഴിച്ചു. ഞങ്ങൾ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ പരിപാടിക്ക് പോയി ഡിന്നർ കഴിച്ചു. ഇപ്പൊ സമയം എത്ര ആശി? 3 മണിയായപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്ന് ഗൈസ്. ഫംഗ്ഷൻ പോയി നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല, കുറച്ചേ കഴിക്കുള്ളൂ. ഇപ്പൊ നല്ല വിശപ്പ്. ഞാൻ കുടികൾ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പ്. അപ്പൊ പെട്ടെന്ന് എന്താ ഉണ്ടാക്കുക? അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പെട്ടെന്ന് കുറച്ച് കറി കടയിൽ ചെറിയൊരു ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് നാട്ടിൽ നിന്ന് കൊടുത്ത റേഷൻ അരി ആട്ടോ. അത് പെട്ടെന്ന് വേവുന്ന ചോറാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുറച്ച് അരിയിട്ടിട്ട് റേഷൻ അരിയുടെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കറി പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറി എല്ലാവർക്കും അറിയാം. നമ്മുടെ പരിപ്പ് കുത്തി കാച്ചിയത് അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കമീൻ, കുറച്ച് ഉണക്കമീനും ഞാൻ വറുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ഉമ്മ കൊടുത്ത അടിപൊളി നാരങ്ങച്ചാറ്. ഭയങ്കര ടേസ്റ്റ് ആണ്. എന്റെ ഫേവറേറ്റ് ആണ് ഉമ്മ ഉണ്ടാക്കുന്ന ഈ നാരങ്ങച്ചാറ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ കിട്ടുന്ന ഒരു നാരങ്ങച്ചാറ് ഉണ്ടായിരുന്നു. അതിന് സെയിം ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇതാണ് പെട്ടെന്ന് വിശന്നാൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡ്. ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ചോറ് പരിപ്പ് കുത്തി കാച്ചിയത് ഒരു ഉണക്കമീനെങ്കിലും സംഗതി കുശാൻ. അങ്ങനെ കുറച്ച് ചോറ് ഇങ്ങനെ എടുക്കും. ഭയങ്കര വിശപ്പ്. എനിക്കറിയാം ഇതിനിടയിൽ ഭയങ്കര വിശപ്പ് കൂടുതലാണ്. ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. വയറ് നന്നായിട്ട് ആയിരുന്നത് എല്ലാവരും കമന്റിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്താ എനിക്കറിയില്ല, വിശപ്പ് ഭയങ്കര വിശപ്പ്. കുടിച്ചത് ഭയങ്കര വിശപ്പ് കൂടി.